ഉലകനായകൻ കമൽഹാസനൊപ്പം ഡ്യുവറ്റ് പാടാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് യുവ സംഗീതജ്ഞരായ ഗൗതം വിൻസെന്റും ഭാര്യ സോണി മോഹനും. കൊച്ചിയിൽ ഒരുക്കിയ സംഗീത വിരുന്നിനിടെയാണ് കൺമണി അൻപോട് എന്ന ഗാനം സോണി മോഹനൊപ്പം കമൽഹാസനും ചേർന്ന് പാടിയത്. ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് സാറിൻ്റെ അടുത്ത്. അതിലൊരു ഐക്കോണിക് ഡയലോഗ് ഉണ്ട്. അപ്പം സാറിൻ്റെ വോയിസിൽ ഒന്നത് കേൾക്കണം എന്നുണ്ട്. കൺമണി அன்போட காதலன் நான் எழுதும் கடிதாசி கடிதம் சரி கடிதமே இருக்கட்டும். ஒன்று நினச்சி பார்க்கும்போது அப்படியே கவிதை கொட்டுது, ஆனால் வார்த்தை தான் அது வராமல் நிற்கிறது. உன்னை எண்ணி பார்க்கையில் கவிதை கொட்டது, அதை എഴുത നിനക്കയിൽ വാർത്ത മുട്ടത്. ഇന്ത്യൻ 2 പ്രചരണാർത്ഥം ഉലകനായകൻ കൊച്ചിയിലെത്തിയപ്പോൾ കമൽഹാസനൊപ്പം വേദി കീഴടക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഗൗതവും സോണിയും. സോണി, അപ്രതീക്ഷിതമായൊരു സംഭവമായിരുന്നു. അയ്യോ, തീർച്ചയായിട്ടും ഇത് പെട്ടെന്ന് വന്നൊരു സംഭവമായിരുന്നു. പിന്നെ ഈ ഒരു മൊമെന്റ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പൂവ് ചോദിച്ചപ്പോൾ പൂക്കാലം കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളുടെ ആ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് കമൽഹാസൻ വരുമെന്ന് അറിയാമായിരുന്നു? സാറ് വരുന്നറിയായിരുന്നു. അപ്പം സാറിൻ്റെ മുമ്പിൽ നമുക്കൊരു കുറച്ച് സമയം പെർഫോമൻസിന് അനുവദിച്ചിരുന്നു ഇതിൻ്റെ ടീം. അപ്പോൾ അതിൻ്റെ കൂടെ ഈ കൺമണി എന്ന് പറഞ്ഞ പാട്ട് ഇപ്പം അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടായതുകൊണ്ട് ആ ഒരു ഫ്യൂഷൻ്റെ ലാസ്റ്റിലേക്കാണ് ഈ സോങ് വെച്ചത്. അപ്പം ജസ്റ്റ് അതിലൊരു ഡയലോഗ് പറയണമെന്ന് നമ്മൾ സാറിൻ്റെ അടുത്ത് അത് ചോദിക്കണമെന്ന് ഒന്ന് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ആ ഡയലോഗ് മാത്രമല്ല, സിനിമയിൽ എങ്ങനെയാണോ ആ ഡയലോഗ് അതുപോലെ പറഞ്ഞു. എൻ്റെ കൂടെ സാറ് പാടി അവസാനം വരെ സാറ് നമ്മുടെ കൂടെ പാടിയത് ഇപ്പോഴും ആ ഒരു സന്തോഷത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ടില്ല. എഴുതും കടിതമേ പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാണോ സൗഖ്യമേ. ഈ കമൽ സാറ് വരികയാണ് എങ്കിൽ ഇങ്ങനൊരു സംഭവം ചെയ്യണം എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു നിങ്ങൾ? ഇങ്ങനെ ഒരു അവസരം കിട്ടുവാണെന്നുണ്ടെങ്കിൽ കമൽ സാറിനെ ഒന്ന് ഇൻവോൾവ് ചെയ്യിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാനും സോണിയും ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. കൺമണി അൻപോട് എന്ന് പറഞ്ഞ പാട്ട് തന്നെയാണല്ലോ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഇപ്പം നിൽക്കുന്നത്. അത്രയും മികച്ചൊരു പാട്ടാണ്. അപ്പം നമുക്ക് അതൊന്ന് ട്രൈ ചെയ്താൽ കൊള്ളാം എന്നുണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷേൻ്റെ ഉപരി ഒരു ഔട്ട്പുട്ടാണ് കമൽ സാറിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഒരു ഔട്ട്പുട്ട് ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് ഭയങ്കര ഒരു എനർജിയും വൈബും ആയിരുന്നു സ്റ്റേജിൽ. ആ പാട്ടിൽ കമൽ സാറിനോട് ചോദിക്കുന്നത് ആ ജസ്റ്റ് ആ വേർഡ്സ് ഒന്ന് പറയാമോ എന്നാ അല്ലേ? ഡയലോഗ് ഒന്ന് ലൈവായിട്ട് സാറിൻ്റെ അടുത്ത് നിന്ന് കേൾക്കാനുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്. ആഗ്രഹിച്ചത് ആദ്യത്തെ 2 പേര് മാത്രമായിരുന്നു. അതെ, ഞാൻ ആഗ്രഹിച്ചത് സത്യം പറഞ്ഞാൽ നമുക്കറിയാം അവരൊക്കെ തിരക്കുള്ളവരാണ്. അപ്പം ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ഓർത്തിട്ട് മനിതർ ഉണർന്നു കൊള്ളിയത് മനിതർ കാതലല്ല, അതെയും താണ്ടി പുനിത മനിത, ആ ഒരു ഡയലോഗായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ സാറ് ആ ഡയലോഗും പറഞ്ഞു, ആ പാട്ടിന് മുമ്പായിട്ടുള്ള ഡയലോഗും പറഞ്ഞ് അതിന് ശേഷം അത് കൂടെ പാടി. എല്ലാ ഓഡിയൻസിനും വലിയൊരു അനുഭവമായിരുന്നു അത്. എക്സൈറ്റ്മെന്റ് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല? ഇല്ല, മാറിയിട്ടില്ല. ഞാൻ ആക്ച്വലി അവിടെ ഇരുന്ന് ഇങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുമായിരുന്നു. സാറ് കൂടെ പാടി ഞാൻ കരഞ്ഞു ആക്ച്വലി. പിന്നെ തണുത്തിരിക്കുകയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ സാർ നമ്മുടെ കൂടെ പാടുകയായിരുന്നു. പ്രോഗ്രാമിന് ശേഷം ഈ ടീമിലുള്ള മറ്റുള്ളവരൊക്കെ എന്താ പറയുക? ഞങ്ങളുടെ ബാൻഡിലുള്ള എല്ലാവരും തന്നെ വളരെ ഹാപ്പി ആയിരുന്നു. അവർക്കെല്ലാം വളരെയധികം സന്തോഷമായി. കാരണം കമൽ സാറിൻ്റെ മുമ്പിൽ ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണല്ലോ. എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് അവരെല്ലാം അവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയതിൽ. ഞങ്ങളുടെ പ്രൊജക്ട് GS എന്ന് പറഞ്ഞ ബാൻഡ് അവിടെ ഒന്ന് കമൽ സാറിൻ്റെ മുമ്പിൽ തന്നെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ പ്രോഗ്രാമിന് ശേഷം കമൽ സാറുമായിട്ട് കൂടുതൽ പരിചയപ്പെടുകയും സംസാരിക്കുകയും ചെയ്തു? സാറിനെ നേരിട്ട് പോയി കണ്ടു, സാറിൻ്റെ അനുഗ്രഹം വാങ്ങി, ഒരു ഫോട്ടോ എടുത്തു. സാറ് ഷേക്ക് ഹാൻഡ് തന്നു, ബ്ലസ് ചെയ്തു. അതിനുള്ളൊരു ഗ്യാപ്പ് ആ സമയത്ത് കിട്ടിയുള്ളൂ. എന്തായാലും ഇനി വരുമ്പോൾ ഒരു അവസരം കിട്ടിയാൽ കൂടുതൽ പരിചയപ്പെടാമെന്ന് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. വലിയൊരു അവസരമാണ് ഉലകനായകൻ്റെ മുമ്പിൽ ഇവർക്ക് കിട്ടിയത്. അത് അവരവിടെ തെളിയിക്കുകയും ചെയ്തു. എല്ലാവിധ ആശംസകളും ഇരുവർക്കും. ക്യാമറമാൻ ബിനു പാമ്പയ്ക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.